മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരം വിപണിയിൽ വലിയ വാർത്തകളുടെ ആഘോഷമുണ്ടായ ഒരു വാരമായിരുന്നു. പ്രത്യേകിച്ചും നാണ്യപ്പെരുപ്പം കുറഞ്ഞു, മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും സ്വർണ്ണവിലയിലെ കുറവായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ വാർത്തകൾ വന്നു. പൊതുവേ ഇതെല്ലാം ഇന്ത്യൻ വിപണികൾക്ക് അനുകൂലമായി വന്നു. ഇന്ത്യൻ വിപണി പ്രത്യേകിച്ചും നിഫ്റ്റി വളരെ പോസിറ്റീവ് നോട്ടിലാണ് എൻഡ് ചെയ്തത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, തീർച്ചയായും കഴിഞ്ഞ മാർക്കറ്റ് വാച്ചിൽ നമ്മൾ പറഞ്ഞതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണത്തിന്റെ വിലയിൽ വലിയ ഡൗൺഫോൾ വന്നു. വളരെ സ്റ്റീപ്പായ ഒരു ഡൗൺഫോൾ തന്നെ വന്നു. 2013-2014 സ്വർണ്ണത്തിന്റെ വർഷമായിരിക്കില്ല എന്നും പറയുകയുണ്ടായി. അതെല്ലാം വളരെ കൃത്യമായി തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങോട്ടാണ് സ്വർണ്ണത്തിന്റെ പോക്ക്? ഒന്ന്. രണ്ടാമത്, സ്വർണം വാങ്ങണോ എന്നറിയാൻ ധാരാളം പേർ വലിയ രീതിയിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗോൾഡിന്റെ പ്രൈസ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഒരു സോളിഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ സ്വർണം എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എഗെയിൻ 5 to 6% അല്ലെങ്കിൽ 6 to 8% കറക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, ഡോളർ സ്ട്രെങ്തൻ ആവുന്നു, US-ൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റകൾ വരുന്നു. ചൈനയുടെ സ്ലോ ഡൗൺ ഒരു ഭാഗത്ത്, ചൈന പർച്ചേസിംഗ് പവർ കുറയാം. മൂന്നാമതായി വരാവുന്നത് സൈപ്രസ്. ഇപ്പോൾ എപ്പോഴും വലിയൊരു ഡിസ്കഷനാണ്, സൈപ്രസ് ക്രൈസിസിലായിരിക്കും സൈപ്രസ് അവരുടെ ഗോൾഡ് സെല് ചെയ്യും എന്നുള്ള ന്യൂസ്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. അതുപോലെ ഹെഡ്ജ് ഫണ്ടുകൾ ഗോൾഡ് സെല് ചെയ്യുന്നു. അപ്പോൾ ഈ 3-4 റീസൺസ് നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ ഗോൾഡിൽ അഗെയിൻ ഒരു 6 to 8% കറക്ഷൻ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ഈ ഒരു 6 to 8% ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ എന്തായാലും കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ ഒരു നമ്മൾ ട്രോയ് ഔൺസിന്റെ ഒരു റേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1450 അതുപോലെ ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് 1315 1380 ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ 1450 എന്ന് പറയുന്ന ഒരു ഓവർ സപ്ലൈ സോൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലൊരു, ഞാൻ പറഞ്ഞല്ലോ, 6 to 8% കറക്ഷൻ എന്ന് പറയുന്നത് 1240-നും 1260-നും മിഡിലായിട്ട് ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഈ ഒരു വർഷം അത് വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ റീസൺസ് ആണ്. ഒന്ന്, ഡോളർ. രണ്ട്, ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് ഡാറ്റ. ചൈനയുടെ സ്ലോ ഡൗൺ. അങ്ങനെയുള്ള കുറച്ച് ന്യൂസുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ സൈപ്രസ് ഗോൾഡ് പുറത്തെടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു നെഗറ്റീവാണ്. പക്ഷെ അത്രത്തോളം പാനിക് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ ഇപ്പോൾ ജ്വല്ലറികളിലൊക്കെ വളരെയധികം തിരക്കാണ്. ആളുകൾ പലപ്പോഴും ഈ ഗോൾഡിന്റെ പ്രൈസ് താഴേക്ക് പോകുന്നതോറും ഇത് കിട്ടാത്ത രീതിയിലുള്ള ഒരു നെട്ടോട്ടം ഓടുകയാണ്. എനിക്ക് തോന്നുന്നു അത്രത്തോളം ഒരു ആക്റ്റീവ് ആകേണ്ട ആവശ്യമില്ല. പേഷ്യൻസ് കാണിക്കുക. എഗെയിൻ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഇപ്പോഴത്തെ രീതിയിൽ ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഒരു പേഷ്യൻസ് കാണിക്കുക. എഗെയിൻ ഒരു 6 to 8% മനസ്സിൽ എപ്പോഴും കണ്ടുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. ഒപ്പം വെള്ളിയാഴ്ച വന്ന ചില സുപ്രീം കോടതിയുടെ വിധി അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസിന്റെ ഒറീസയിലെ ന്യാംഗിരി കുന്നുകളിലുള്ള അവരുടെ ഖനനം, അതിനെ സംബന്ധിച്ച് ഗ്രാമസഭകൾ തീരുമാനമെടുക്കാൻ വേണ്ടി വിട്ടു. ഒപ്പം തന്നെ കർണാടകയിലുള്ള സെസാഗോവ അടക്കമുള്ള ചില മൈനിങ് കമ്പനികൾക്ക് ഖനനാനുമതി നൽകുകയും ചെയ്തു. പക്ഷേ മുന്നോട്ട് നോക്കുമ്പോൾ ഇത്തരം കമ്പനികൾ, നമുക്ക് ടാറ്റ സ്റ്റീലിനെയും ഹിൻഡാൽകോയെയും ഇതിൽ നിന്ന് ഒഴിവാക്കാം. കാര്യം മെറ്റൽ സ്റ്റോക്കുകളാണെങ്കിലും അവർ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നാണ് അവർ ഇവിടെ റിഫൈനിങ് നടത്തി കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത്തരം കമ്പനികൾ, സെസാഗോവ, സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ്, ഇതെല്ലാം മുന്നോട്ട് നോക്കുമ്പോൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ഇത്തരം കമ്പനികളുടെ മുന്നോട്ടുള്ള പോക്ക്, ഭാവി, ഇതെല്ലാം എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ താൽക്കാലികമായിട്ട് അനുമതി ലഭിച്ചു എന്നത് സെസാഗോവയെ സംബന്ധിച്ച് സമ്മതിക്കുന്നെങ്കിലും പക്ഷേ സെസാഗോവയുടെ മേജർ പ്ലാന്റ് കർണാടകയിലല്ല, ഗോവയിലാണ്. എനിക്കൊന്ന് അതുകൊണ്ട് സെസാഗോവയെ സംബന്ധിച്ച് അത്രത്തോളം പോസിറ്റീവ് അല്ല. ഇപ്പോൾ JSWനെ സംബന്ധിച്ച് ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ഒരു ഷോർട്ട് ടൈം ആണ്. കാരണം പറയുന്ന പരിസ്ഥിതി പ്രശ്നം വലിയൊരു പ്രശ്നമായി മാറാൻ പോകുന്നു. അതുപോലെ ഗ്രാമസഭ തീരുമാനം എടുക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഗ്രോത്തിന്, പഴയ രീതിയിലുള്ളൊരു ഗ്രോത്ത് ഈ കമ്പനികൾക്ക് ഇനി ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റത് സ്വർണം പോലെ ഇത് കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിലൊക്കെ മാറ്റം വന്നു. ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വന്നു, കോടതി, അതുപോലെ തന്നെ ഈ
നമ്മൾ സനൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുമ്പ് കാണിച്ച ഗ്രോത്ത് ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. ഇതിനോടൊപ്പം വലിയ വളർച്ച ഇനി ലഭിക്കില്ല എന്ന് കരുതുന്ന ഒരു മേഖലയാണ് ഈ സ്വർണ്ണപ്പണയ വായ്പ കമ്പനികൾ. അതിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട്, മണപ്പുറമുണ്ട്. ഇവർക്കെല്ലാം വലിയ നഷ്ടം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അത്തരം കമ്പനികളുടെ ഓഹരികളിൽ താഴെ പോയി. മണപ്പുറം വെള്ളിയാഴ്ച അതിൽ നേട്ടമുണ്ടായി. ഇതെല്ലാം ശരിയാണ്. എങ്കിലും മുന്നോട്ട് നോക്കുമ്പോൾ ഇത്തരം കമ്പനികൾ ഇവരുടെ ഗ്രോത്ത് ഇത് സെയിം സെക്ടർ പോലെ തന്നെയാണ്. പഴയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിലനിർത്താൻ ഈ കമ്പനികൾ, ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ച് സാധിക്കില്ല. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഗോൾഡിലുണ്ടായിരിക്കുന്ന ഷാർപ്പായിട്ടുള്ള ഫോൾ ഇവരെ സംബന്ധിച്ച് ചില ലയബിലിറ്റി കൊണ്ടുവന്നു. പക്ഷെ ഇതിനൊക്കെ RBI നമ്മൾ സ്തുതിക്കണം. കാരണം LTV, ലോൺ ടു വാല്യൂ എന്ന് പറയുന്നത് 60% റെഡ്യൂസ് ചെയ്ത് ഒരു വർഷം മുമ്പ് തീരുമാനം വന്നത് ഒരു പരിധി വരെ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം അല്ലാത്ത ഒരു സ്ഥിതി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു പാനിക് സിറ്റുവേഷനിലേക്ക് ഈ കമ്പനികൾ പോയേനെ. അപ്പോൾ അതുകൊണ്ട് RBI എടുത്ത മെഷർ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഗോൾഡ് ലോൺ കമ്പനിയിലേക്ക് ഈ ബാങ്കിൽ നിന്ന് ഷിഫ്റ്റ് വരുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അട്രാക്ഷൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് ലോൺ പ്രോസസ്സ് ചെയ്ത് കിട്ടും, അതുപോലെ തന്നെ കൂടുതൽ വാല്യൂ കിട്ടും. കാരണം ഇവരുടെ ഗോൾഡിന് 100% അല്ലെങ്കിൽ 85%, 90% കിട്ടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകൾ ബാങ്കിൽ നിന്നും ഗോൾഡ് ലോൺ കമ്പനികളിലേക്ക് പോകുന്നത്. ഇനി ഇവരെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത്, ഈ ബാങ്കുകൾ ഈ കമ്പനികൾക്ക് ഫൈനാൻസ് ചെയ്യുന്നത് കുറയാനുള്ള സാധ്യത, അതുപോലെ തന്നെ NCD കളക്ഷൻ, ഫണ്ട് കളക്ഷൻ വളരെയധികം ബുദ്ധിമുട്ടാകും. അതുപോലെ നോർമലി ഒരു നെഗറ്റീവ് സോണിലേക്ക് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഇവരുടെ കയ്യിൽ നിന്നും ബിസിനസ് കുറച്ച് ബാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത. കാരണം ബാങ്കുകൾ ഇപ്പോൾ ഗോൾഡ് ലോണിൽ വളരെ അഗ്രസീവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ഗോൾഡ് ലോൺ കമ്പനികളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ളൊരു ഗ്രോത്ത് കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതേസമയത്ത് ഇപ്പോൾ എല്ലാവരും പറയുന്ന രീതി വീണ്ടും മണപ്പുറം 5 രൂപയിലേക്ക് പോകാം, ആ ബിസിനസ് ഇല്ലാതായി പോകാം, അതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം വളരെ നല്ല മാനേജ്മെന്റ് ആണ്. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യാൻ മുത്തൂറ്റിനാണെങ്കിലും മണപ്പുറത്തിനാണെങ്കിലും സാധിക്കും. കാരണം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കമ്പനികളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ ഇമ്മീഡിയറ്റ് ഗോൾഡ് പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡ്രോപ്പ് കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വേറൊരു ഓപ്പറേഷനാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് താഴേക്ക് പോകുന്നത് കണ്ട് നമ്മളൊരു കമ്പനിയെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല. നമുക്ക് IT സെക്ടർ ഒന്ന് പരിശോധിക്കാം. അതിന്റെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് വന്നതിൽ ഇൻഫോസിസ് മോശമായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗൈഡൻസ് മോശമായിരിക്കും എന്നുള്ള ഒരു കാര്യം വന്നു. HCL ടെക്, TCS നന്നായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെ വന്നു. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. പിന്നെ വന്നത് യെസ് ബാങ്ക് നല്ല റിസൾട്ട് ആയിരുന്നു. പുറമങ്കര തിരക്കേടില്ല. ഇങ്ങനെ ഒരു പിടി റിസൾട്ടുകൾ വന്നു. ഒരു മിക്സഡ് ബാഗ് ആയിട്ടാണ് നാലാം പാദം വന്നിരിക്കുന്നത്. ആദ്യം പലരും പ്രതീക്ഷിച്ചിരുന്ന പോലെ അത്ര വലിയ മോശമൊന്നും ഇതിൻ്റെ അത് കാണാനില്ല. അപ്പോൾ ഇനിയും കുറെ റിസൾട്ടുകൾ വരാനിരിക്കുന്നു. എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? ഇതുവരെ ഇപ്പോൾ നമ്മൾ യെസ് ബാങ്ക്, ബാങ്കിങ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ റിസൾട്ടിൽ ഫസ്റ്റ് വന്ന ബാങ്കിങ് റിസൾട്ട് എന്നുള്ള രീതിയിൽ അത് ബെറ്റർ റിസൾട്ടാണ്, എബോവ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആണ്. അതുപോലെ തന്നെ TCS, HCL എബോവ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആണ്. റിലയൻസ് ഇൻ ലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പോൾ ടോട്ടലി വന്ന റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് കുറച്ചൊരു ബെറ്റർ ആണ്. ഒരു Q4 വളരെ മോശം റിസൾട്ട് ആയിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് ICICI ബാങ്ക്, മാരുതി പോലെയുള്ള, ഹീറോ മോട്ടോഴ്സ് പോലെയുള്ള റിസൾട്ടുകൾ വരുന്നു. അപ്പോൾ അതും ബെറ്റർ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു ബെറ്റർ റിസൾട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇൻഫോസിസ് ഒഴിച്ച് ബാക്കി റിസൾട്ടുകളൊക്കെ തന്നെ മാർക്കറ്റ് പ്രതീക്ഷിച്ചാലും ബെറ്റർ ആണെന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് തന്നെയാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് പ്രദീപ് കുമാറിന്റെ ചോദ്യം. അദ്ദേഹം നിഫ്റ്റി റേഞ്ച് എങ്ങനെ വരുമെന്നാണ് ചോദിക്കുന്നത്. നിഫ്റ്റിയുടെ റേഞ്ച് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു റാലിക്കുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇക്കണോമിക് സിറ്റുവേഷൻ മാർക്കറ്റിന് അനുകൂലമാണ്. അതാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് ഇത്രത്തോളം ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസും ഗോൾഡിന്റെ പ്രൈസ് കുറയുന്നതും ഇൻഫ്ലേഷൻ കുറയുന്നു, ഒരു റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് വിലയിരുത്തി. അതായിരുന്നു മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്ക് കാരണമായത്. പക്ഷേ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് FISന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരാത്തതിന്റെ പ്രധാന റീസൺ. ഈ FISന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടി വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ, കാരണം ഈ ഗവൺമെന്റ് എത്രത്തോളം എഫക്റ്റീവായിട്ട് റിഫോംസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം അത് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അൺസർട്ടനിറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബെറ്റർ ഒരു റിഫോംസുമായിട്ട് മുന്നോട്ട് പോയാൽ വീണ്ടും FIS മാർക്കറ്റിലേക്ക് വരാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5800 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാം 5750, 780 എന്ന് പറയുന്ന ഒരു ലെവൽ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. 5800 സ്റ്റെബിലൈസ് ചെയ്യും, അതിന് മുകളിലേക്ക് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും. 5820 എന്ന് പറയുന്ന
ലെവലിന് മുകൾ മാർക്കറ്റ് ട്രേഡ് ചെയ്താൽ ദെൻ 5,900 950 അഗൈൻ ഒരു 100 പോയിന്റ്സിന്റെ ഗെയിൻ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെക്നിക്കലി മാർക്കറ്റിന്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5,600 ആണ്. ഒരു ഇമ്മീഡിയറ്റ് ഒരു മൈനർ സപ്പോർട്ട് സോൺ, ഒരു മേജർ സപ്പോർട്ട് സോൺ അല്ല അത്. അപ്പോൾ അതും 5,800 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. 820 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ എഗൈൻ ഒരു ലോങ് പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. എഗൈൻ ഒരു 100 to 150 പോയിന്റ്സിന്റെ അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചു. ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻസ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കില്ല. കാരണം പല സ്റ്റോക്കുകളും ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ 2000 ലെവലിൽ റെക്കമെൻഡ് ചെയ്താണ്, 2300 മുകളിലാണ്. ICICI ബാങ്ക് 1000 ലെവലിൽ റെക്കമെൻഡ് ചെയ്തു, 1115 അടുത്ത് നിൽക്കുന്നു. മാരുതി നമ്മളുടെ ടാർഗറ്റ് ടച്ച് ചെയ്തു, 1520 നിൽക്കുന്നു. അപ്പോൾ എല്ലാ സ്റ്റോക്കുകളിലും വാല്യുവേഷൻ അത്രത്തോളം ഫെയർ വാല്യൂയിലല്ല ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് ആണ് നെക്സ്റ്റ് വീക്ക് നല്ലത്. കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ, കാരണം ക്രൂഡ് വിലയിലും അല്ലെങ്കിൽ നമ്മുടെ ബ്രന്റ് ക്രൂഡ് $100 താഴേക്ക് എത്തിയിരിക്കുന്നു, സ്വർണ്ണവില കൺസിഡറബിൾ ആയിട്ട് താഴെ വന്നിരിക്കുന്നു, നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എല്ലാം കുറയാൻ പോകുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു വാദം നമ്മുടെ ഇക്കണോമി ബോട്ടം ഔട്ട് ആയി എന്നുള്ളൊരു ഫീലുണ്ട്. അത് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും കാര്യത്തിൽ ആ ഒരു ബോട്ടം ഔട്ട് വന്നോ, അത് ബോട്ടം ആയോ? ബോട്ടം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല സനൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ ഇമ്മീഡിയറ്റ് വന്നിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. ഇനി ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ് ആണ് റിയൽ എക്കണോമി ഏത് ലെവലിലേക്ക് പോകും എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയാണ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ് നിലനിൽക്കുന്നത്. അതൊരു ബേർഡൻ തന്നെയാണ് ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച്. ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക, അതല്ലെങ്കിൽ പോളിസി ഡിസിഷൻസ് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാതിരിക്കാൻ പറ്റുക, ഇത് രണ്ടും നെഗറ്റീവാണ്. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴൊരു ബോട്ടം ഔട്ട് ആയി എന്ന് ഇപ്പോഴത്തെ രീതി നമുക്ക് പറയാൻ സാധിക്കില്ല. ചെറിയ റിസ്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ചോദ്യം പരിശോധിക്കാം. പ്രത്യേകിച്ചും എബ്രഹാം വർഗീസ് വളരെ നീണ്ട എഴുത്താണ്, അദ്ദേഹം സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ അദ്ദേഹം ഒരു പോർട്ട്ഫോളിയോ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആവറേജ് ബൈയിങ് പ്രൈസും തന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് അദ്ദേഹം 350 എണ്ണം 1055 ലെവലുകളിൽ വാങ്ങിയിരിക്കുന്നു. സിപ്ല 310 റേഞ്ചിൽ വാങ്ങിയിരിക്കുന്നു. IDFC 134 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഹോട്ടൽസ് 60 രൂപ. കരൂർ വൈശ്യ ബാങ്ക് 475, L&T 1361, M&M 755, പിന്നെ റിലയൻസ് 857, ടാറ്റ മോട്ടോഴ്സ് 276. നീണ്ട ലിസ്റ്റാണ്. നീണ്ട ലിസ്റ്റുമാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. എപ്പോഴും പറയുന്ന പോലെ ആളുകളിൽ വളരെയധികം ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. തല്ലിപ്പൊളി ഓഹരികൾ അവോയ്ഡ് ചെയ്യുക. അതെ, തല്ലിപ്പൊളി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും നമ്മളുടെ മുന്നിൽ കാണുന്ന സ്റ്റോറി എന്ന് പറയുന്നതാണ് ഈ കോമൺ പബ്ലിക്കിന് എപ്പോഴും താല്പര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക്, റിലയൻസ്, L&T, ടാറ്റ മോട്ടോഴ്സ്. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെറ്റൽ സെക്ടർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് പറയാൻ വിട്ടുപോയതാണ്. കാരണം മെറ്റൽ സെക്ടറിൽ ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ലഭിക്കാം. അപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂല് എനിക്കൊന്ന് മെറ്റലിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും ഒരു റീ എൻട്രി സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും നല്ലത്. കാരണം കുറച്ച് നെഗറ്റീവ് മെറ്റൽ സെക്ടറിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ആക്സിസ് ബാങ്ക് റിസൾട്ട് വരാനിരിക്കുന്നു. 1340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 1200, 1516. എനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂല് 1516 ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട്, അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഇദ്ദേഹം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂല് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുന്ന ഒന്നായിരിക്കും. ദെൻ സിപ്ലയാണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 392 and 372 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 420 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ IDFC എനിക്ക് തോന്നുന്നു ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻസ് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് IDFC എന്ന് പറയുന്നത്. 144 and 134 രണ്ട് സപ്പോർട്ട് സോണാണ്. 164 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യൻ ഹോട്ടൽസ് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 52 and 42. ഈ 42 എന്ന് പറയുന്ന ഒരു വളരെ പാനിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. 52 എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വളരെ ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പക്ഷേ ഒരു ഷോർട്ട് ടൈം സ്റ്റോറി അല്ല, ഇത് ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്. ഒരു 1 to 2 ഇയർ എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ കരൂർ വൈശ്യ ബാങ്ക് ആണ്. 430, 410 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 490 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്ത ലാസൻ ആൻഡ് ടൂബ്രോയാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ലഭിച്ചു. 1300, 1190 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 190 എന്ന് പറയുന്നത് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം കുറവാണ്. 1612 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അതൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ്. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 830 and 790 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 930 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്.
കൂട്ടത്തിലൊന്ന്, അതായത് L&Tയും M&Mഉം ഏതൊരു പോർട്ട്ഫോളിയോയിലും തികച്ചും അനുപേക്ഷണീയമായ ഓഹരികളാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന റിക്കവറി പോലും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ ലെവലുകളിലും പുതിയ ബൈ അഡ്വൈസബിൾ ആണ് ഇപ്പോൾ നിൽക്കുന്ന ലെവലുകൾ. ഒരിക്കലും ഈ ലെവലിൽ ഞാൻ ഒരിക്കലും ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ അല്ല. അതേസമയത്ത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഈ 1470-80 എന്ന് പറയുന്ന ലെവൽ അഡ്വൈസബിൾ ആണ്. പക്ഷേ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു കാരണവശാലും ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. പക്ഷേ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 5950 മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 1600 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് L&Tക്കുണ്ട്. അതൊരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കുക. ഒരു പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഒരു ഫണ്ട് ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ രണ്ട് സ്റ്റോക്കിലും അഡ്വൈസബിൾ അല്ല. അടുത്ത സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിസൾട്ട് വന്നു ഇൻ ലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആണ്. പക്ഷേ ഒരു ലോങ് ടൈം സ്റ്റോറിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസും. 762 ആൻഡ് 740 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 840 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. 840 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ലോവർ ലെവൽ, കാരണം 768 770 ലെവലിലൊക്കെ തന്നെ മാർക്കറ്റ് വാച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നു. അത് 840 ലെവലിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് 252 ആൻഡ് 239 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 294 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതും ഈ സ്റ്റോക്കിൽ 294 ലെവൽ വരുമ്പോൾ ടാറ്റ മോട്ടോഴ്സും ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ലെവൽ അഡ്വൈസബിൾ ആണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ വളരെ നല്ല ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് വളരെ ലോവർ ലെവലാണ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ മാർക്കറ്റിന്റെ ഈ 5820 800 എന്ന് പറയുന്ന ലെവൽ വളരെ ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ദെൻ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 5900 950 എന്ന് പറയുന്ന ലെവൽ വരെ മൂവ് ചെയ്യാം. ആ ഒരു സമയത്ത് ഇദ്ദേഹം ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ ഒരു ലെവലിൽ ഈ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. കാരണം ഇതെല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ്. എഗൈൻ ഒരു റീ എൻട്രി ലഭിക്കാനുള്ള സാധ്യത ഈ സ്റ്റോക്കുകൾ വളരെയധികം കൂടുതലാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. നോക്കൂ, ആളുകൾ എത്ര വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നതെന്ന്. ഒരു ബുദ്ധിമാൻ ശരത് ജോർജ്, അദ്ദേഹത്തിന്റെ ചോദ്യം, മണപ്പുറവും മുത്തൂറ്റ് ഫിനാൻസും സ്വർണം കത്തി നിൽക്കുന്ന സമയത്ത് NCD ഇറക്കിയിരുന്നു. ഗോൾഡിന്റെ ബോണ്ട് പോലെയുള്ള പ്രവർത്തനം നടത്തുന്ന NCD. ഈ NCD വിൽ ഇറ്റ് ബി സേഫ് ടു പർച്ചേസ് ദീസ് NCDs ഫ്രം സെക്കൻഡറി മാർക്കറ്റ് നൗ? കാരണം മാർക്കറ്റ് ഇത്രയും താഴെ പോയല്ലോ. നല്ല ഒരു ശ്രദ്ധേയമായ ഒരു ആംഗിൾ ആണ്. തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 16 to 19% റിട്ടേൺ ഇപ്പോൾ ലഭിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റഡി ചെയ്യേണ്ടത്. ഇപ്പോൾ പലർക്കും ഇതിനകത്ത് ഡിവിഡൻഡ് കിട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്രത്തോളം വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. തീർച്ചയായിട്ടും ഇതിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ആദ്യം ഇതിന് ഡിവിഡൻഡ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ലിക്വിഡിറ്റിയാണ് പലപ്പോഴും സ്റ്റഡി ചെയ്യേണ്ടത്. ഇതിന്റെയൊക്കെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റോക്കിന്റെ പ്രൈസ് ഒക്കെ എനിക്കൊന്ന് വീണ്ടും വളരെ ശക്തമായിട്ട് ഇതിനെ തിരിച്ചു വരാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. നന്ദി ഭുവനേന്ദ്രൻ. അപ്പോൾ മാർക്കറ്റിലേക്ക് അടുത്തയാഴ്ച നിർണായകമായ ഡാറ്റകൾ, പ്രത്യേകിച്ചും കോർപ്പറേറ്റ് പ്രവർത്തന ഫലങ്ങൾ ഇനി വരാനിരിക്കുന്നതിൽ നിർണായകമായ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ഒപ്പം ICC ബാങ്ക് എന്നിവ വരാനിരിക്കുന്നു. ഒപ്പം മാരുതിയുടെ പ്രവർത്തന ഫലവും വരാനിരിക്കുന്നു. കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഇതുവരെ വന്നതിൽ ഇൻഫോസിസ് ഒഴിച്ചുള്ളതെല്ലാം തരക്കേടില്ലായിരുന്നു. പക്ഷേ വിപണിയിൽ ഒരൽപ്പം നീജർക്ക് റിയാക്ഷൻ പോലെ താഴുകയാണ് പല ഓഹരികളും ഉണ്ടായത്. എങ്കിൽ പോലും അതെല്ലാം തിരികെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വർണത്തിന്റെ വിലയാണ്. സ്വർണ്ണവിലയും അല്പം കൂടി ഒരു 1 മുതൽ 2% വരെ ഇനിയും താഴേക്കുള്ള പാതയാണ്. എന്തുതന്നെയായാലും വലിയൊരു തിരിച്ചുവരവ് സ്വർണത്തിന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.